മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 85-ാം സങ്കീർത്തനം 12-ാം തിരുവാക്യം. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. സങ്കീർത്തകനായ ദാവീദിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം നമ്മോട് പങ്കുവെക്കുകയാണ്. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. എൻ്റെ സഹോദര സഹോദരി, നമുക്ക് വേണ്ട സകല നന്മകളും കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഇതെന്തുമാത്രം നമുക്ക് പ്രത്യാശ തരുന്ന വചനമാണ്. നമ്മൾ ഒന്നിനെയോർത്തും അസ്വസ്ഥരാകണ്ട. നമ്മൾ യാതൊന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട. നമ്മുടെ കുടുംബത്തിന് വേണ്ട നന്മ, നമ്മുടെ മക്കൾക്ക് വേണ്ട നന്മ, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിന് വേണ്ട നന്മ, നമ്മുടെ സമൂഹത്തിന് വേണ്ട നന്മ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഈ ഒരു വിശ്വാസത്തോടെ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. മനസ്സിൻ്റെ സകല ഭാരങ്ങളും, ഹൃദയത്തിൻ്റെ പല വിധത്തിലുള്ള ആകുലതകൾ, നമ്മളെ ഞെരുക്കിക്കളയുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയം. നമ്മുടെ ജീവിതത്തിന്റെ സകല ഭാരങ്ങളെയും കർത്താവിൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യയുണ്ട്. അവൻ നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ വേലകൾക്കായി, സുവിശേഷത്തിന്റെ പുരോഗതിക്കായി നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്ന സമയം. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ വരണമേ. ഞങ്ങളുടെ മേൽ വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വരണമേ. ആവശ്യങ്ങളെ അനുഗ്രഹിക്കണമേ. ആവശ്യങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കരഘോഷത്തോടെ കുടുംബമായി സുവിശേഷ വേല ചെയ്യാനുള്ള ആഗ്രഹം കർത്താവിന്റെ സരി നമ്മൾ ഇന്ന് എക്സ്പ്രസ് ചെയ്ത് ഇന്ന് പ്രകടമാക്കിക്കൊണ്ട്, കർത്താവേ, സുവിശേഷ വേലയ്ക്കായി കുടുംബമായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ മക്കളെ അഭിഷേകം ചെയ്യണമേ. തലമുറകൾ അഭിഷേകം ചെയ്യണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സുവിശേഷത്തിന്റെ തീയായി പതിനായിരങ്ങളിൽ കത്തിപ്പടരുക. സ്പിരിറ്റ് മൂവ്, മൂവ്. ഹോളി സ്പിരിറ്റ് കം, കം ഹോളി സ്പിരിറ്റ്. കരമടിച്ചു പാടുന്നു. ഉണരൂ, ഉണരൂ തിരുസഭയെ, യേശുവിനെ ഉയർത്തിടുവാൻ. ഉണരൂ, ഉണരൂ ദൈവജനമേ, യേശുവിനെ ഘോഷിക്കുവാൻ. ഉണരൂ, ഉണരൂ തിരുസഭയെ, യേശുവിനെ ഉയർത്തിടുവാൻ. ഉണരൂ, ഉണരൂ ദൈവജനമേ, യേശുവിനെ ഘോഷിക്കുവാൻ. ഭാരതമാകവെ അഭിഷേകത്തിൽ കാറ്റായി വീശിടുവാൻ. ഭൂതലമാകവെ സുവിശേഷത്തിൽ മഴയായി പെയ്തിടുവാൻ. യേശുവേ, ഭാരതമാകവെ സുവിശേഷ വേലയ്ക്കായി അഭിഷേകം ചെയ്ത് ഉണർത്തണമേ. ബ്ലെസ് ലോർഡ്. ഭൂതലമാകവെ സുവിശേഷത്തിൽ മഴയായി കരങ്ങൾ ഉയർത്തിയടിച്ച്. പെയ്തിടുവാൻ. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. യേശുവിന്റെ കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വലതുകരം ഉയർത്തി അഭിഷേകത്തോടെ പറഞ്ഞു. യേശുവിന്റെ പോരാളി, യേശുവിന്റെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ യേശുനാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. എല്ലാ ജനപദങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവെ വരണമേ. ഈ സ്തുതി ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളുടെ മേൽ കാലഘട്ടത്തിന്റെ അഭിഷേകമായി കത്തിപ്പടരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, കെട്ടുകളെ പൊട്ടിക്കണമേ. പരിശുദ്ധാത്മാവെ, ബന്ധനങ്ങൾ അഴിക്കണമേ. പരിശുദ്ധാത്മാവെ, പൈശാചിക അടിസ്ഥാനങ്ങളെ തകർക്കണമേ. പരിശുദ്ധാത്മാവെ, നാരകീയ കെട്ടുകളെ അഴിച്ചു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്കായി ആയിരങ്ങളെ പതിനായിരങ്ങളെ അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങൾ കൂട്ടം കൂട്ടമായി കർത്താവിന്റെ വേല ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബത്തെയും കർത്താവിന്റെ വേലയ്ക്കായി അഭിഷേകം ചെയ്യണമേ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് കുടുംബങ്ങളിലൂടെയുള്ള സുവിശേഷ വേല കൂടുതൽ പരിശുദ്ധാത്മാവെ സഭയിൽ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ സഭയിൽ ശക്തിപ്പെടുത്തണമേ. കുടുംബ പ്രേക്ഷിതത്വം അനേക കുടുംബങ്ങളിലേക്ക് പകർന്നു കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സകല ആവശ്യങ്ങളെയും സകല നിയോഗങ്ങളെയും അവിടുത്തെ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കണമേ. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് കുടുംബമായി സുവിശേഷ വേല ചെയ്യുവാനുള്ള ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. താങ്ക് യു, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബോധജ്ഞാനത്തിന് സിംഹാസനമായ പരിശുദ്ധ അമ്മേ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവവേല ചെയ്യുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സുവിശേഷത്തിനായി കുടുംബങ്ങൾ തുറന്നിടുക. സുവിശേഷത്തിനായി കുടുംബങ്ങൾ തുറന്നിടുക. കുടുംബങ്ങളിലൂടെയുള്ള സുവിശേഷ വേലയ്ക്ക് ഈ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രസക്തി. 3500 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ ജോഷുവ ഇസ്രായേൽ ജനം മുഴുവന്റെയും മുൻപാകെ തന്റെ കുടുംബത്തിന്റെ അജണ്ട എന്താണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്.
ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം തിരുവചനം. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്നു തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഇത് ഉറച്ച ഒരു നിലപാടാണ്. നമുക്ക് ചില നിലപാടുകൾ ഉണ്ടാകണം. കർത്താവിൻ്റെ സുവിശേഷത്തിനു വേണ്ടി നമുക്കും ഇതുപോലെ ചില തീരുമാനങ്ങൾ, ആഴമേറിയ തീരുമാനങ്ങൾ ഉണ്ടാകണം. ജോഷപ്രവാചകൻ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും, നിങ്ങൾ ആരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തിയാലും, എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉറച്ച തീരുമാനം ഇതാണ്: ഞങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കും, ഞങ്ങൾ കർത്താവിനെ സേവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇതാണ്. കുടുംബങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യും. അപ്പനും അമ്മയും മക്കളും കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനേക്കാളും വലിയ അനുഗ്രഹം ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവിൻ്റെ വചനവുമായി പല ദിക്കുകളിലേക്കും പല രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പലപ്പോഴും രാത്രിയിൽ ഉറക്കമില്ലാതെ സഞ്ചരിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴൊക്കെ പലപ്പോഴും എൻ്റെ അകത്ത് ചില ചിന്തകൾ ഇപ്രകാരം വരും: ഇങ്ങനെയൊക്കെ അധ്വാനിക്കേണ്ട ആവശ്യമുണ്ടോ? കർത്താവിന് വേണ്ടി ഇപ്രകാരമൊക്കെ പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറ്റൊരു ചിന്ത ഉള്ളിലോട്ട് തരികയാണ്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനേക്കാളും വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കാനുണ്ടോ? നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനേക്കാൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിന് വളർച്ചയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നതിനേക്കാൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സാധ്യതകൾ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നതിനേക്കാൾ വലിയൊരു നന്മ എൻ്റെ സഹോദര സഹോദരി നമുക്ക് ലഭിക്കാനുണ്ടോ? അത്രയും പ്രഷ്യസ് ആണ് കർത്താവിന് വേണ്ടി നിലകൊള്ളുക, കർത്താവിനെ സേവിക്കുക എന്ന് പറയാം. ഈ സത്യം ജോഷപ്രവാചകൻ അറിയാമായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ആരും കർത്താവിനെ സേവിച്ചില്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ ശുശ്രൂഷിക്കും. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തുറന്നിടുക. കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം 23-ാം വചനത്തിൽ പൗലോസ് പറയാണ്, സുവിശേഷത്തിൽ ഭാഗഭാക്കാകുന്നതിന് വേണ്ടി ഞാൻ സുവിശേഷത്തിനു വേണ്ടി ഇവയെല്ലാം ചെയ്യുന്നു. സുവിശേഷത്തിൽ പങ്കാളിയാകുവാൻ, സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, കർത്താവിന്റെ സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങള്, ഈ പാടുപീടകള്, ഈ കഷ്ടനഷ്ടങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത് സുവിശേഷത്തിൽ പങ്കാളിയാകുവാനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സുവിശേഷത്തിൽ പങ്കാളിയാകാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. അതെന്തുമാത്രം കഷ്ടത നിറഞ്ഞതാണെങ്കിലും, നമ്മുടെ സമയം നഷ്ടപ്പെട്ടാലും, ആരോഗ്യം നഷ്ടപ്പെട്ടാലും, സമ്പത്ത് നഷ്ടപ്പെട്ടാലും, ഇനി എന്തെല്ലാം നഷ്ടപ്പെട്ടാലും കർത്താവിൻ്റെ സുവിശേഷത്തിനായി പ്രയോജനപ്പെടുവാൻ നമുക്കൊരു അവസരം ലഭിച്ചാൽ അത് വലിയ അനുഗ്രഹമായി കണ്ട് അതിനുവേണ്ടി പ്രയോജനപ്പെടുവാനുള്ള ഒരു ആഴമേറിയ സമർപ്പണം പ്രിയ ദൈവമക്കളെ നമുക്കുണ്ടാകണം. വീണ്ടും പൗലോസ് പഠിപ്പിച്ചു സഭയെ. കൊരിന്ത്യർ സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 9:16, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എൻ്റെ കടമയാണ്. കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ധീരതയോടെ കർത്താവിനെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ കടമയാണ്. നമ്മുടെ സുപ്രീം പ്രയോറിറ്റി കർത്താവാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് യുവ ദമ്പതികള് എന്നെ കണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു. അവരെന്നോട് പറഞ്ഞു, ബ്രദർ, ഞങ്ങൾ രണ്ടുപേരും എഞ്ചിനീയേഴ്സാണ്,
ദൈവം ഞങ്ങൾക്കെല്ലാം തന്നു. സമ്പത്തുണ്ട്, ഞങ്ങൾക്ക് സൗകര്യങ്ങളുണ്ട്, മിടുക്കികളായ 2 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. എല്ലാ നന്മകളാലും കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. തുടർന്ന് അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ 2 വർഷം ലീവ് എടുത്ത് ഞങ്ങൾ കുടുംബമായി സുവിശേഷ വേല ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ കർത്താവിൻ്റെ മിഷന് വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. എനിക്ക് അഭിമാനം തോന്നി. ഗതികേട് കൊണ്ടല്ല, സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങൾ കൊണ്ടല്ല, എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ മിഷന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ദമ്പതിമാര് പറയാണ്, ഞങ്ങൾ ജോലിയിൽ നിന്ന് 2 വർഷം ലീവ് എടുത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളോടൊപ്പം കുടുംബമായി ഞങ്ങൾ കർത്താവിൻ്റെ മിഷന് വേണ്ടി പോവുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് സുവിശേഷ വേലയ്ക്കായി പോകുന്നത്? ആ ഭാര്യയും ഭർത്താവും അവരെന്നോട് പറഞ്ഞു, ബ്രദർ, ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നത് ഉഗാണ്ടയിലോട്ടാണ്. ഉഗാണ്ടയിലോട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത അത്ര സമ്പന്ന രാജ്യമൊന്നുമല്ല ഉഗാണ്ട. ആ രാജ്യത്തേക്ക് കർത്താവിൻ്റെ സുവിശേഷവുമായി ആ കുടുംബം കടന്നു ചെല്ലുകയാണ്. ഇതൊരു കുടുംബത്തിന് മാത്രം അനുഭവമല്ല. ഇന്ന് അനേകം കുടുംബങ്ങൾ ഇതുപോലെ പരിശുദ്ധാത്മാവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ആലോചന തിരിച്ചറിഞ്ഞ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകുന്ന ഈ ദൂത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്ത് നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവനായി സമർപ്പിക്കുവാനുള്ള തീരുമാനം നമുക്കുണ്ടാകും. മാർക്കോസിന്റെ സുവിശേഷത്തിലോട്ട് വരിക. അവിടെ ഒരു കുടുംബത്തെ നമുക്ക് കാണാം. നമ്മുടെ കർത്താവ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കടന്നു ചെല്ലുക, നമുക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വലിയ മാളിക മുറി നിങ്ങൾ കാണും, അവിടെ നമുക്ക് വേണ്ടി പെസഹ ഒരുക്കുക. കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ച് ശിഷ്യന്മാരെ കടന്നു ചെന്നു. അവർ കണ്ടു വളരെയധികം സജ്ജീകൃതമായൊരു മാളിക മുറി. അവിടെയാണ് അവർ പെസഹ ഒരുക്കിയത്. ആ പെസഹയുടെ അവസാന സമയത്ത് കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. ഞാൻ ഈ തിരുവചനം ധ്യാനിച്ച് പഠിച്ചപ്പോൾ 3 കാര്യങ്ങൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഒരു ഭവനത്തിൽ വെച്ചായിരുന്നു. പെന്തക്കോസ്ത ദിവസം സമാഗതമായപ്പോൾ സ്വർഗം വിട്ടിറങ്ങി തീനാവിൻ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ശിഷ്യ സമൂഹത്തിലേക്ക് പെന്തക്കോസ്ത അനുഭവം കൊടുത്തത് ഒരു കുടുംബത്തിൽ വെച്ചായിരുന്നു. അവിടെ ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ്ലീഹ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ പത്രോസിന്റെ വിമോചനത്തിന് വേണ്ടി സഭാമക്കൾ മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരു കുടുംബമായിരുന്നു. ഒരു കുടുംബം. ഈ 3 അനുഭവങ്ങളും ഒരു കുടുംബത്തിൽ സംഭവിക്കാൻ കർത്താവ് ഇടവരുത്തുകയാണ്. ആ കുടുംബം ആരുടെ കുടുംബമാണ്? ഒരു സമ്പന്ന കുടുംബമാണ്. അത് മറിയത്തിന്റെ കുടുംബമായിരുന്നു. ബൈബിൾ പണ്ഡിതർ പറയുന്നത് അവളൊരു വിധവയായിരുന്നു. അവളുടെ ഭർത്താവ് ആദ്യമേ മരിച്ചുപോയി. അവൾക്ക് ആണും പെണ്ണുമായി ഒരേയൊരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകന്റെ പേരാണ് മാർക്കോസ്. മാർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയം. മറിയത്തിന്റെ ഭവനത്തിൽ വെച്ചാണ് കർത്താവ് പെസഹ ആചരിക്കുകയും അതിന് അവസാന നിമിഷത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്തത്. കർത്താവിനും ശിഷ്യന്മാർക്കുമായി ആ വലിയ കുടുംബം അവൾ തുറന്നിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ചില ആത്മീയ ദൂതുകൾ വെളിപ്പെടുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ ഇതുപോലെ കർത്താവിന് വേണ്ടി തുറന്നിടുവാനുള്ള തീരുമാനം നമുക്കുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള പ്രധാന വഴി എന്ന് പറയുന്നത്. നമ്മുടെ സൗകര്യങ്ങൾ കുറഞ്ഞു പോകാം, നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെട്ടു എന്ന് വരാം. പക്ഷെ ഇതെല്ലാം കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കൃപയായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ നിറഞ്ഞൊഴുക്കുണ്ടാവുകയാണ്. മറിയം എന്തു ചെയ്തു? കർത്താവിനും തൻ്റെ ശിഷ്യന്മാർക്കുമായി അവൾ തൻ്റെ ആ ഭവനം, വലിയ ഭവനമാണ്, അതാണ് വലിയ മാളിക മുറി, ആ മാളിക മുറി അവൾ തുറന്നിടുകയാണ്. അപ്പൊ പെസഹയ്ക്ക് മാത്രമല്ല, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ, അവർ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ് ശിഷ്യന്മാരെ. അങ്ങനെ ഒരു സാബത്ത് ദിവസം അവർ പിന്നിട്ടു. അവർ താമസിച്ചിരുന്ന ആ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ പരിശുദ്ധ അമ്മയോടും മറ്റ് സ്ത്രീകളോടുമൊപ്പം ശിഷ്യന്മാർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഈ സമയത്താണ് പെന്തക്കോസ്ത സമാഗതമായപ്പോൾ
പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം ശിഷ്യ സമൂഹത്തിൽ ലഭിച്ചത്. ഈ പെന്തക്കോസ്ത് അനുഭവവും കർത്താവ് പകർന്നു കൊടുക്കാൻ അതേ കുടുംബത്തെ തന്നെയാണ് തെരഞ്ഞെടുത്തത്. വീടിന്റെ മുകളിലത്തെ നിലയിൽ, ഈ വീട് ആരുടെ വീടാണ്? ഇത് മാർക്കോസിന്റെ വീടാണ്. മാർക്കോസിന്റെ അമ്മയുടെ പേരാണ് മറിയം. മറിയത്തിന്റെ ഭവനം അവൾ വീണ്ടും പ്രാർത്ഥനയ്ക്കായി ശിഷ്യന്മാർക്ക്, പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്, സഭയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇത് എത്രയോ അനുഗ്രഹപ്രദമായൊരു പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ പാടുന്നില്ലേ, ആദ്യമ നൂറ്റാണ്ടിൽ നിന്ദാസർ മാർക്കോസിൻ മാളികയിൽ നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തിയായ ചിടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. പരിശുദ്ധ അമ്മയോടൊപ്പം സഭയോടൊപ്പം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമൂഹത്തിലേക്ക് തീനാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടിയും കർത്താവ് തെരഞ്ഞെടുത്തത് മറിയത്തിന്റെ ഭവനമായിരുന്നു. അവൾ തന്റെ കുടുംബത്തിന്റെ എല്ലാ സാധ്യതകളും കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി അവൾ തുറന്നിടുകയാണ്. കാരണം മറിയത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു, ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം തങ്ങൾക്ക് ലഭിക്കാനില്ല. കർത്താവിന് വേണ്ടി തന്റെ കുടുംബം പ്രയോജനപ്പെടുന്നതിനേക്കാളും വലിയൊരു ബ്ലെസ്സിങ് ഞങ്ങൾക്ക് ലഭിക്കാനില്ല. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 12-ാം വചനത്തിലോട്ട് വരിക. കർത്താവിന്റെ ദൂതൻ പത്രോസിനിട്ടിരുന്ന കാരാഗൃഹത്തിലേക്ക് ഇറങ്ങി വന്ന് ആ കാരാഗൃഹത്തിൽ നിന്ന് പത്രോസിനെ വിമോചിപ്പിക്കുകയാണ്. അങ്ങനെ നഗര കവാടങ്ങളൊക്കെ പിന്നിട്ട് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഭാ കൂട്ടായ്മയിലേക്ക് കർത്താവിന്റെ ദൂതൻ പത്രോസിനെ നയിക്കുകയാണ്. ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നു, ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ പത്രോസ് ആ ഭവനത്തിൽ വന്ന് കയറിയപ്പോൾ അവിടെ മാർക്കോസിന് അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിൽ വളരെയധികം പേർ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ പേർ മറിയത്തിന് വീട്ടിലിരുന്ന് പത്രോസിന്റെ വിമോചനത്തിന് വേണ്ടി രാവും പകലും അവർ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കി, വളരെ പേരെ കൊള്ളാവുന്ന ഒരു വലിയ കുടുംബമായിരുന്നു, ഒരു വലിയ സമ്പന്ന കുടുംബമായിരുന്നു മറിയത്തിന്റെ കുടുംബം. പക്ഷെ ആ കുടുംബം അവൾ കർത്താവിന് സഭയ്ക്കുമായി വിട്ടുകൊടുക്കുകയാണ്. വളരെ പേർ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം, അവർക്ക് അത്യാവശ്യം ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിച്ച് കൊടുക്കണം, അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ റിസ്ക് ഉണ്ട്, പല നഷ്ടങ്ങളുണ്ട്. പക്ഷെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആ നഷ്ടങ്ങളെല്ലാം അനുഗ്രഹമായി സ്വീകരിക്കുകയാണ്. സഹോദര സഹോദരി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളെ തുറന്നിടാൻ പറ്റൂ, നമ്മുടെ സമ്പത്ത് കൊടുക്കാൻ പറ്റൂ, നമ്മുടെ കഴിവുകള് സാധ്യതകള് കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. വിധവയായ മറിയം അതാ ചെയ്തത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. തൻ്റെ ഭവനത്തെ മാത്രമല്ല അവൾ കർത്താവിനായി തുറന്നു കൊടുത്തത്. തൻ്റെ ഏക മകൻ, ആണും പെണ്ണുമായി ഒരേയൊരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ ഏക മകനായ മാർക്കോസിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഈ അമ്മ വിട്ടുകൊടുക്കുകയാണ്. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം മാതാപിതാക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. പ്രിയ പേരൻസ്, ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന മക്കളെ സന്തോഷത്തോടെ, ആനന്ദത്തോടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനുള്ള തീരുമാനം നമുക്കുണ്ടോ? ആ അമ്മ തന്റെ പൊന്നോമന മകനായ മാർക്കോസിനെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് മാർക്കോസിന്റെ സുവിശേഷം കിട്ടിയത്. ഈ മാർക്കോസിന്റെ സുവിശേഷം എന്തുകൊണ്ട് നമുക്ക് കിട്ടിയത്? ആ അമ്മ തന്റെ മകനെ സ്നേഹത്തോടെ കർത്താവിനും സഭയ്ക്കുമായി സമർപ്പിച്ചു. നമുക്ക് വിശുദ്ധ വചനത്തിൽ കാണാൻ പറ്റും. പത്രോസ്ലീഹായുടെ കൂടെയും പൗലോസ്ലീഹായുടെ കൂടെയും മാർക്കോസ് സുവിശേഷ വേല ചെയ്യുകയാണ്. അവൻ സഭയെ ശക്തിപ്പെടുത്തുകയാണ്, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. അങ്ങനെ ആദിമ സഭയിൽ ഈ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് മാറി. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാകണം.
ഇന്ന് ഒരുപാട് അഭിമാനമുണ്ട്. അനേക മാതാപിതാക്കള് കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂറോപ്പിലായിരുന്നു, ഇംഗ്ലണ്ടിലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്നേഹബഹുമാനപ്പെട്ട സോജിയച്ചിൻ്റെ ആ ടീമിൽ എത്ര യുവജനങ്ങളാണെന്നറിയും. അവർ യൂണിവേഴ്സിറ്റിക്ക് കയറണേക്കാൻ മുമ്പ് ഒരു 1 ഇയർ ഗ്യാപ്പ് ഇയർ എടുത്ത്, ഒരു വർഷം അവർ ഗ്യാപ്പ് ഇയർ എടുത്ത് അവർ പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയിൽ അങ്ങ് പ്രയോജനപ്പെടുകയാണ്. അവർ പാടിയും ആരാധിച്ചും ഓർഗൻ വായിച്ചും ഗിറ്റാർ അടിച്ചും ഡ്രംസ് അടിച്ചും അവരുടെ കഴിവുകളിലൂടെ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇംഗ്ലണ്ട് മാത്രമല്ല, യൂറോപ്പ് മാത്രമല്ല, ലോകം മുഴുവനിലും ഒരു അഭിഷേകത്തിന്റെ തരംഗം ഈ യുവജനങ്ങളുടെ പരിശുദ്ധാത്മാവ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം ആനന്ദത്തോടെയാണ് ഈ യുവജനങ്ങളെല്ലാം കർത്താവിനെ പ്രഘോഷിക്കുന്നത്. അവരുടെ ധീരത കണ്ടപ്പോൾ, അവരുടെ സമർപ്പണം കണ്ടപ്പോൾ അറിയാതെ എൻ്റെ ഹൃദയം നിറഞ്ഞുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതുപോലെ അനേകം മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ കർത്താവിനായി സമർപ്പിക്കുന്നുണ്ട്. ഈ തീരുമാനം നിങ്ങൾ എടുക്കണം. മക്കളെ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുക, സഭയ്ക്ക് വേണ്ടി കൊടുക്കുക. അവർ ഡോക്ടേഴ്സ് ആകട്ടെ, അവർ സയൻറ്റിസ്റ്റ് ആകട്ടെ, എഞ്ചിനീയേഴ്സ് ആകട്ടെ, വലിയ ബിസിനസ്സുകാരാകട്ടെ, ഒഫീഷ്യൽസ് ആകട്ടെ, പക്ഷേ നമ്മുടെ മക്കളുടെ സുപ്രീം പ്രയോറിറ്റി കർത്താവ് മാത്രമായിരിക്കണം, കർത്താവിൻ്റെ രാജ്യമായിരിക്കണം. ഈ ഒരു മിഷണറി സ്പിരിറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അകത്തേക്ക് ഇട്ടുകൊടുക്കാൻ പ്രിയ മാതാപിതാക്കളെ നമ്മൾ മറക്കരുത്. സയൻസും കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്തമാറ്റിക്സും മാത്രം പഠിപ്പിച്ച് ദൈവത്തിൻ്റെ വചനം കൊടുക്കാതെ നമ്മുടെ മക്കളെ വളർത്തിയാൽ നമ്മുടെ മക്കളുടെ നിത്യ നരകത്തിലാകും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വാലുപോലെ കുറെ ഡിഗ്രികൾ നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ട് നമ്മുടെ മക്കളുടെ നിത്യത നരകത്തിലാണെങ്കിൽ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പനും അമ്മയും മക്കളും കുടുംബമായി സുവിശേഷ വേല ചെയ്യട്ടെ. കർത്താവിൻ്റെ രാജ്യത്തിന് നന്മയുണ്ടാകണമെങ്കിൽ, അനേകം ആയിരങ്ങൾ ആത്മരക്ഷ പ്രാപിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ കുടുംബമായി സുവിശേഷ വേല ചെയ്യുക. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിനായി തുറന്നിടുക. നമ്മുടെ അവസരങ്ങൾ, സാധ്യതകൾ നമ്മൾ നേരത്തെ പാടി. എന്താ പാടിയത്? ഞാനും അതിലൊരു പങ്കാളി, യേശുവിൻ്റെ പോരാളി. ഞാനും അതിലൊരു പങ്കാളി, യേശുവിൻ്റെ പോരാളി. കർത്താവിൻ്റെ സുവിശേഷത്തിൽ, കർത്താവിൻ്റെ സഭയിൽ നമുക്ക് പങ്കാളിത്തം ലഭിക്കുന്ന എത്ര വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. ഈ സത്യം മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മം നിറയപ്പെടുവാൻ നമ്മുടെ കുടുംബങ്ങളെ കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ സാധ്യതകളെ സമർപ്പിച്ച്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവുകളെല്ലാം കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വലതുകരം ഉയർത്തി നമ്മൾ സ്വരമുയർത്തി സ്തുതിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. അനേകരെ സുവിശേഷ വേലയ്ക്കായി അനോയിന്റ് ചെയ്യണമേ. കുടുംബങ്ങളെ ഒരുക്കണമേ, കുടുംബങ്ങളെ സജ്ജമാക്കണമേ. പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബത്തെയും ഏറ്റെടുക്കണമേ. ദൈവവചനത്തിനായി, കർത്താവിന്റെ ശുശ്രൂഷകൾക്കായി കുടുംബമായി ആയിരങ്ങൾ അഭിഷേകം ചെയ്യണമേ. അനോയിന്റ് സുവിശേഷത്തിന്റെ തീ, അന്ത്യകാല അഭിഷേകത്തിന്റെ തീ അനേകം കുടുംബങ്ങളെ കത്തിപ്പടരട്ടെ. കുടുംബമായി സുവിശേഷ വേല ചെയ്യാൻ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികള്, നാരകീയ പോരാട്ടങ്ങള്, അന്ധകാര ആധിപത്യ ബന്ധനങ്ങള് പരിശുദ്ധാത്മ ശക്തിയാൽ നിർവീര്യമാകട്ടെ. കുടുംബങ്ങളെ സുവിശേഷത്തിനായി തുറന്നിടുക. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് സുവിശേഷ വേലയിൽ തളരരുത്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ